എങ്ങനെയാണ് കേരളത്തിലെ സ്റ്റാർട്ടപ്സിൻ്റെ സക്സസ്, അല്ലെങ്കിൽ അതിന് വരുന്ന ചലഞ്ചസ് എന്താണ്, ഒന്ന് പറയാമോ? സർ, അത് ഈ 90% ഫെയിലിയർ എന്നുള്ള ഒരു സ്റ്റഡി ഇസ് ട്രൂ. മേ ബി ഈവൻ മോർ അല്ലേ, ചില സമയത്ത് നമ്മൾ ആലോചിക്കും. പക്ഷേ അതിനകത്ത് നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, ഞാൻ അതിനെ പരാജയം എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ കുട്ടികളോട് പറയുന്ന ഒരു കാര്യം, കുട്ടികളോടോ പ്രൊഫഷണലുകളോടോ, നമ്മളുടെ എല്ലാ സംരംഭങ്ങളും അങ്ങ് വലിയ സക്സസ് ആയിക്കൊള്ളണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. പക്ഷേ ആ സംരംഭം കെട്ടിപ്പടുക്കുന്നതിൽ നമ്മൾ പഠിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ടെക്നോളജി ആവാം, ബിസിനസ് ആവാം, മാർക്കറ്റിംഗ് ആവാം, പാക്കേജിങ് ആവാം, നെറ്റ്വർക്ക് ആവാം, ആൾക്കാരുമായിട്ടുള്ള ബന്ധമാവാം. ഇതെല്ലാം നമ്മളുടെ അടുത്ത സംരംഭത്തിലോ അടുത്ത ജോലിയിലോ നമുക്ക് പ്രയോജനപ്രദമായി ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതാണ് ആദ്യമായിട്ട് എനിക്ക് ഈ ഫെയിലിയർ റേറ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. പക്ഷേ അവിടെ സമൂഹം ആ സംരംഭകരോട് കനിവ് കാണിക്കണം എന്നുള്ളൊരു അഭ്യർത്ഥന കൂടി എനിക്ക് ഈ ഘട്ടത്തിൽ മുന്നോട്ട് വെക്കാനുണ്ട്. കാരണം പലപ്പോഴും നമ്മളുടെ ഒരൊറ്റ ഫെയിലിയറിൽ, അത് നമ്മുടെ സ്കൂൾ കാലഘട്ടത്തിൽ തൊട്ട് തന്നെ നമ്മൾ തുടങ്ങുന്നതാണ്. ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന് കഷ്ടകാലത്തിനെങ്ങാനും തോറ്റുപോയാൽ പിന്നെ നിൻ്റെ കാര്യം പോക്കാണെന്നുള്ളൊരു മട്ടിലേക്ക് നമ്മളെ ക്ലാസിഫൈ ചെയ്യുന്നൊരു പ്രവണത പൊതുവേ മലയാളി സമൂഹത്തിനിടയിൽ വളരെ പ്രബലൻ്റാണ്. അങ്ങനെ അല്ല, നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചിതറിപ്പോയ കഷ്ണങ്ങളെല്ലാം പറക്കിയെടുത്ത് വീണ്ടും കൂട്ടി വീട് കെട്ടാൻ പറ്റുന്ന സാഹചര്യങ്ങളെല്ലാം ഇന്ന് നിലവിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാണ്, ദാറ്റ് ദർ ഇസ് നോ ഫെയിൽഡ് ഓൺടർപ്രന്യൂർ ക്യാൻ ഓൾവേസ് കം ബാക്ക് ആൻഡ് ഡു ഇറ്റ്. സാർ ചോദിച്ചത് കേരളത്തിലെ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ വലിയ ചാലഞ്ചുകൾ എന്താണെന്നുള്ളത്. കേരളത്തിൽ വലിയ വലിയ ചാലഞ്ചുകളുണ്ട്. ഒന്ന്, കേരളം ഒരു ട്രഡീഷണൽ വേയിൽ ഒരു വലിയ ഇൻഡസ്ട്രിയൽ എക്കോസിസ്റ്റം അല്ല. ഇപ്പം നമ്മൾ ചെന്നൈ എടുത്താലോ, ബോംബെ എടുത്താലോ, ബാംഗ്ലൂരിലെ പീനിയ പോലെയുള്ള സ്ഥലങ്ങൾ എടുത്താലോ ഉള്ള അത്രയും വ്യാവസായിക സ്ഥാപനങ്ങൾ കേരളത്തിലില്ല. അതുകൊണ്ട് തന്നെ നമ്മളൊരു പുതിയ പ്രോഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാനുള്ള മാർക്കറ്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് കേരളത്തിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോബ്ലി കാണില്ല. അതുകൊണ്ട് തന്നെ ആൾക്കാർ ബാംഗ്ലൂരിലേക്കോ മുംബൈയിലേക്കോ പോയി അത് അഡോപ്റ്റ് ചെയ്യാനുള്ള ആൾക്കാരെ കണ്ടെത്താനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുവഴി നമുക്ക് ചിലപ്പോൾ ആ സംരംഭകനെ എന്നേക്കുമായി നഷ്ടപ്പെടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, കേരളത്തിലെ ട്രഡീഷണലായിട്ടുള്ള വെൽത്തി പീപ്പിൾ, ഞാനിപ്പോൾ അങ്ങനെ നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് ഒന്ന്, തുണി കച്ചവടക്കാർ, സ്വർണ്ണ കച്ചവടക്കാർ, റിയൽ എസ്റ്റേറ്റിനകത്ത് കളിക്കുന്നവർ, ബിൽഡിംഗ് കെട്ടുന്നവർ, ഇങ്ങനെയുള്ള ആൾക്കാർ ഒരുപാട് കാശിൻ്റെ മണ്ടയ്ക്ക് ഇരിക്കുകയാണ്. തൃശ്ശൂർ എന്ന് പറയുന്ന ഒരൊറ്റ നഗരം മാത്രം 40,000 കോടി രൂപയുടെ മണ്ടയ്ക്കാണ് ഇരിക്കുന്നതെന്നാണ് പറയുന്നത്. അതൊരു ഇനഫ് ആൻഡ് മോർ വെൽത്ത് ഇൻ കേരള. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു റിസ്ക് ക്യാപിറ്റൽ, ഞാനിപ്പോൾ ഒരു ഒരു മിഡിൽ ഏജ്ഡ് മാൻ ഓർ വിമൻ ഞാൻ ചോദിക്കുകയാണ്, എന്തിലൊക്കെയാണ് നിങ്ങൾ കാശ് നിക്ഷേപിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊതുവേ വരുന്ന ഒരു ഉത്തരവെന്ന് പറയുന്നത്, ഒന്ന് ഭൂമി, ഒന്ന് സ്വർണം, ഒന്ന് സ്റ്റോക്കുകൾ. വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇത്രയും കാര്യങ്ങളാണ് പൊതുവേ പറഞ്ഞു കേൾക്കുന്നത്. പക്ഷേ സ്റ്റാർട്ടപ്പ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു അസറ്റ് ക്ലാസ് ആയിട്ട് കേരള സമൂഹം ഇന്നും കണ്ടു തുടങ്ങിയിട്ടില്ല. അത്തരത്തിലുള്ള ഏഞ്ചൽ നെറ്റ്വർക്കുകൾ, മാലാഖമാർ എന്ന് വിളിക്കുന്ന, അല്പം പൈസ ഇവർക്ക് വേണ്ടി ചിലവാക്കാൻ കഴിയുന്ന ആൾക്കാരെ ഫോം ചെയ്തെടുക്കുന്ന ഒരു പ്രോസസ്സാണ് ഞങ്ങളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സോ ഇൻവെസ്റ്റ്മെൻറ്റ്, ഏർലി ഇൻവെസ്റ്റ്മെൻറ്റ് ബിക്കംസ് എ മേജർ പ്രോബ്ലം ഇൻ കേരള. ഇൻഡസ്ട്രി അഡോപ്ഷൻ because of the lack of the industries becomes a major problem in Kerala. ഈ രണ്ട് കാര്യങ്ങളാണ്. പിന്നെ മനോഭാവമായിരുന്നു ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. അതായത് കമ്പനി തുടങ്ങുന്നവന് ഒന്നുകിൽ വേറൊരു ജോലിയും കിട്ടാത്തതുകൊണ്ട് അത് ചെയ്യുന്ന ഒരുത്തൻ, അല്ലെങ്കിൽ പരീക്ഷ പാസ്സാകാത്തതുകൊണ്ട് അത് ചെയ്യുന്ന ഒരുത്തൻ എന്നൊക്കെയുള്ള മനോഭാവങ്ങൾ ഒരു 10 വർഷം മുന്നേ നിലനിന്നിരുന്നു. ആ മനോഭാവം പക്ഷേ വലിയ അളവിൽ ഇന്ന് മാറി വന്നു. ഇറ്റ് ഈസ് എ ഫാഷനബിൾ ലുക്രേറ്റീവ് കരിയർ എന്ന് എല്ലാവരും മനസ്സിലാക്കി തുടങ്ങുന്നു. ഇനിയും മറ്റത് രണ്ടും കൂടി നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ കേരളം ഒരു ഫലഭൂയിഷ്ടമായ സ്റ്റാർട്ടപ്പിന് ഫലഭൂയിഷ്ടമായ ഒരു മണ്ണായി മാറുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്.